ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇത് ഇല്ലല്ലോ. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിപ്പോ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ സ്വാമിയെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. എന്റെയും കൂടെ വീടായത്. ഇവിടെ വന്ന് എനിക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ ഞാൻ ചോദ്യം ചെയ്യും, ചിലപ്പോ പിടിച്ച് പുറത്താക്കുകയും ചെയ്യും. എല്ലാരും കൂടി പലതും എന്നിന്ന് മറച്ചു വെക്കുകയാണെന്ന് എനിക്കറിയാം. ഇതൊക്കെ എവിടം വരെ പോകുന്ന എനിക്കൊന്ന് കാണണം. അങ്ങനെ ഒരു പെണ്ണുണ്ടെങ്കിൽ, അല്ല ഉണ്ടെന്ന് എനിക്കറിയാം, ഡാഡിക്കും അറിയാലോ. തെളിവ് ഡാഡി കാണിച്ചതാണല്ലോ. അവൾക്ക് അധിക കാലമൊന്നും മറിഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ അവള് പുറത്തു വരും. വന്നില്ലെങ്കിൽ ഞാൻ വരുത്തും. കുഴപ്പമായല്ലോ സാറേ. പെണ്ണിന്റെ മനസ്സാ, ഒരു തീപ്പൊരി മതി. നമുക്കൊന്നും അറിയില്ല. തൽക്കാലം അങ്ങനെ ഒരു നിലപാടെടുത്താൽ മതി. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു രഹസ്യവും പുറത്തു പോകരുത്. മനസ്സിലായില്ലേ? ശരി സാറേ, ഞാൻ ശ്രദ്ധിച്ചോളാം. അവള് പറഞ്ഞത് ശരിയാ. ഒന്നും അധികകാലമൊന്നും മറച്ചു വെക്കാൻ ആർക്കും പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ഓരോന്നായി പുറത്തു വരും. അങ്ങനെ വരുമ്പോ അതാ സ്വാമി എനിക്ക് പേടി. ഭാവി നാത്തൂനെ കാണാൻ പോവായിരിക്കും. അതെ, നാത്തൂനെ മാത്രല്ല ഭർത്താവിനെയും ഭർത്താവിന്റെ അച്ഛനെയും ഒക്കെ കാണുന്നുണ്ട്. എന്തേ? അപാര ചങ്കൂറ്റാ നിനക്ക്. ഭാര്യയുള്ള ഒരുത്തന്റെ കൂടെ ഇങ്ങനെ മെഴുകി നടക്കാൻ ഒരു കുറ്റബോധം തോന്നില്ലേ? എനിക്കെന്തിനാടാ കുറ്റബോധം തോന്നുന്നത്? നാളെ എന്റെ ഭർത്താവാൻ പോകുന്ന ആളല്ലേ സിദ്ധു. പിന്നെ കല്യാണത്തിന് നീ നിർബന്ധമായിട്ടുണ്ടാവണം കേട്ടോ. അല്ല, ഈ സദ്യക്ക് ഉപ്പ് വിളമ്പുന്നതേ നീ തന്നെ ആയിരിക്കണം. ഉപ്പോ കൂട്ടത്തിൽ വേറെന്തെങ്കിലും വേണമെങ്കിലേ അതും വിളമ്പിക്കോളാം. ഓ ആയിക്കോട്ടെ. അല്ല, ആ സമയത്ത് ഞാൻ വേറെ എവിടെ ആയിരിക്കും എന്നല്ലേ നീ പറയാറ്? ഏതായിരുന്ന സ്ഥലം? ആ, പരലോകം. അതോ സെൻട്രൽ ജയിലോ? ജയിലാണെങ്കിലേ എനിക്ക് വരാൻ പറ്റും. പരലോകം ആണെങ്കിൽ പ്രശ്നമാണ്. എങ്ങനെ വരും? നിന്റെ ആവശ്യം നടക്കില്ല. ഉപ്പ് വിളമ്പാൻ പറ്റില്ലല്ലോ. നീ കളിയാക്കൊന്നും വേണ്ട. കല്യാണം കഴിഞ്ഞിട്ടേ നിന്നെ ഞാൻ യാത്രയാക്കൂ. ഞാൻ ഈ കൊറേ ആലോചിച്ചു, കല്യാണത്തിന് മുമ്പ് തീർക്കണോ അതോ ശേഷം തീർക്കണോന്ന്. ആദ്യം വിചാരിച്ചിരുന്നതേ കല്യാണത്തിന് മുമ്പ് തീർക്കണമെന്നാ. പിന്നെ തോന്നി എന്തിനാ നിന്നെ പോലൊരു പീറയ്ക്ക് വേണ്ടി എന്റെ ജീവിതത്തിലെ സുഖങ്ങൾ വേണ്ടെന്ന് വെക്കുന്നേന്ന്. അപ്പൊ ഞാൻ എന്റെ തീരുമാനം മാറ്റി കേട്ടോ. കല്യാണത്തിന് ശേഷം അങ്ങ് തട്ടിയാ മതി എന്നാക്കി. അതാവുമ്പോ ഞാനും സിദ്ധും കൂടി ജീവിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാലോ. നീ സിദ്ധുവിന്റെ കൂടെ ജീവിച്ച് ബാക്കി വന്നു. ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നീ പറയുന്നത്. നീ നിന്റെ രീതിയിലുള്ള പ്ലാനിങ് നടത്തിക്കും, ഞാനേ എന്റെ രീതിയിലും നടത്താം. ആർക്കാ മുൻതൂക്കമെന്ന് എല്ലാം കഴിയുമ്പോ മനസ്സിലാവും. പിന്നെ ഈ പരലോകം എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ എനിക്ക് മാത്രമല്ല നിനക്കും കിട്ടും അഡ്മിഷൻ. ഓ, അതിന് കാലൊന്നും വിചാരിക്കണ്ട, ഞാൻ മാത്രം വിചാരിച്ചാ മതി. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. ധൈര്യം ഉണ്ടെങ്കിൽ നീ ചെയ്, നിനക്ക് പറ്റുന്ന വിധത്തില്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. അയ്യോ, എന്റെ നടു പോയേ. അയ്യോ, മുത്തശ്ശി. അയ്യോ, എന്റെ നടു പോയി. പിള്ളേരെ, അയ്യോ ആരെങ്കിലും വരണേ. അച്ഛാ, അച്ഛാ ഒന്ന് ഓടി വന്നേ. അയ്യോ മുത്തശ്ശി, അച്ഛാ, അച്ഛൻ ഓടി വന്നേ. വീണേ? അയ്യോ, എന്റെ മകനെ. അയ്യോ, 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 എന്റെ നടുവേ, നടുവേ. അയ്യോ,
പതുക്കെ. അയ്യോ എന്താ എന്താ മുത്തശ്ശി, എന്താ പറ്റേ? അയ്യോ എന്തു പറയാനാ, കാലക്കേടാ. ഞാൻ കട്ടിലേന്നൊന്ന് എഴുന്നേറ്റ് നടന്നതാ, കുഴഞ്ഞങ്ങ് വീണു. എന്തിനാ അമ്മ എണീക്കാൻ പോയത്? അയ്യോ, അച്ഛ വണ്ടി വിളിക്കട്ടെ അച്ഛ. ശ്ശേ, എന്തിനാ? മുത്തശ്ശി ആശുപത്രി പോണ്ടേ? എക്സ്റേ എടുത്ത് നോക്കാം. വല്ല എല്ലോ മറ്റോ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അറിയാലോ. അതൊന്നും വേണ്ടെന്നേ, എല്ലൊന്നും പൊട്ടിയിട്ടില്ല. ആ അതെ, നീ കുറച്ച് കുഴമ്പിട്ട് കാലും കൈയും ഒന്ന് തിരുമ്മി ചൂട് പിടിച്ച് തന്നാ മതി. ഓ, എന്റെ ഇപ്പൊ നടുപോയതിന് കാലും കൈയും കുഴമ്പിട്ട് തിരുമ്മിയിട്ട് കാര്യമുണ്ട്. പൊട്ടാം, കാലും കൈയും വന്ന് യോജിക്കുന്ന സ്ഥലമാണല്ലോ നടുവ്. ഓ അങ്ങനെ ദേവി, നമുക്ക് മനസ്സിലായോ അമ്മ ഉദ്ദേശിച്ചത് എന്താന്ന്? മനസ്സിലായി. ഓ ഭാഗ്യം വേറൊന്നും പറ്റാതിരുന്നത്. ചിലര് വന്ന് വീണാലേ ഈ തലയൊക്കെ അങ്ങ് പൊട്ടിത്തെറിച്ചു, എന്നിട്ട് തലച്ചോറൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചെതറിയോ.